സർവേഷാം കൃതേ നമസ്കാരഃ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉപപദ വിഭക്തികളെ കുറിച്ചിട്ടാണ് പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ഉപപദ വിഭക്തി? നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് അവ്യയങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ? ഈ ഉപപദ വിഭക്തികളിലും അവ്യയങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ അവ്യയങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വിഭക്തിയെ ഉപയോഗിക്കാവൂ എന്നൊരു നിയമം കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഉപപദ വിഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഉദാഹരണത്തിലൂടെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പോൾ ആദ്യത്തെ അവ്യയമാണ് ബഹിഹി. പുറത്ത് എന്നാണ് ഇതിൻ്റെ മീനിങ്. പുറത്ത്, വീടിനു പുറത്ത്, വിദ്യാലയത്തിനു പുറത്ത്, ക്ലാസ് റൂമിന് പുറത്ത് എന്നിങ്ങനെ മീനിങ്സ് എല്ലാം ഇവിടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ബഹിഹി എന്ന അവ്യയം ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചമി വിഭക്തി മാത്രമേ ഉപയോഗിക്കാവൂ. എവിടെയാണ് പഞ്ചമി വിഭക്തി ഉപയോഗിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് എന്നാണ് ബഹിഹി എന്ന അവ്യയത്തിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഏതിനു പുറത്ത്, ഏതിൻ്റെ പുറത്ത് അല്ലേ? അപ്പോൾ അവിടെ വീടിൻ്റെ പുറത്ത്, വിദ്യാലയത്തിൻ്റെ പുറത്ത്, അമ്പലത്തിൻ്റെ പുറത്ത് എന്നിങ്ങനെ അർത്ഥങ്ങൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംശയം വരുവാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ എന്നാണല്ലോ വരുന്നത്, ഇവിടെ ഷഷ്ടി അർത്ഥമാണല്ലോ വരുന്നത്. അതെങ്ങനെ ശരിയാകും? അതാണ് പറയുന്നത്, ഈ ബഹിഹി എന്ന അവ്യയം ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചമി വിഭക്തി മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു നിയമം ഉണ്ട്. ഓക്കെ, ഇത് ആ നിയമരൂപത്തിൽ മാത്രം പോയാൽ മതി. ഓക്കെ, പഞ്ചമി അർത്ഥം അവിടെ ഉണ്ടാവില്ല, പക്ഷെ പഞ്ചമി അവിടെ ഉപയോഗിക്കണമെന്നൊരു നിയമം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉദാഹരണം നോക്കാം. ഗൃഹാത് ബഹിഹി ഉദ്യാനമസ്തി. ഗൃഹാത് ബഹിഹി ഉദ്യാനം അസ്തി. വീടിനു പുറത്ത് പൂന്തോട്ടം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്തിൻ്റെ പുറത്താണ്? എന്തിനു പുറത്താണ്? വീടിൻ്റെ അല്ലേ? നമ്മൾ മലയാളത്തിൽ അങ്ങനെ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ ബഹിഹി എന്ന അർത്ഥം അല്ല, ബഹിഹി എന്ന അവ്യയം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഗൃഹാദ് എന്ന ശബ്ദം പഞ്ചമിയിലായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ഉദാഹരണം വിദ്യാലയാത് ബഹിഹി ക്രീഡാങ്കണം അസ്തി. കളിസ്ഥലം. വിദ്യാലയത്തിനു പുറത്ത് കളിസ്ഥലം ഉണ്ട്. അപ്പോൾ ഏതിനു പുറത്ത്? വിദ്യാലയത്തിനു പുറത്ത്. അപ്പോൾ ആ വിദ്യാലയത്തിനെ എന്ന ശബ്ദത്തിൻ്റെ പഞ്ചമി രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത ഉദാഹരണം പുസ്തകശാലായാഹ ബഹിഹി വാഹനം അസ്തി. എന്താ ഈ പുസ്തകശാല? ലൈബ്രറി. അപ്പോൾ ഇവിടെ ഈ പദം സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗ
പഞ്ചമി വിഭക്തിയാണ്. ഓക്കെ, ഈ ബഹിഹി എന്ന അവ്യയം വരുന്നത് കൊണ്ട് പുസ്തകശാലായാഹ എന്ന പഞ്ചമി വിഭക്തി ഇവിടെ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വാക്യങ്ങൾ സ്വയം നിർമ്മിക്കാം ബഹിഹി ഉപയോഗിച്ചിട്ട്. എന്തെല്ലാം നിർമ്മിക്കാം? ഗൃഹാത് ബഹിഹി മമ മാതാ തിഷ്ഠതി. മന്ദിരാത് ബഹിഹി ഗജഃ തിഷ്ഠതി. ആതുരാലയാത് ബഹിഹി വാഹനം അസ്തി. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചമി വിഭക്തി ആണ് എന്ന് പ്രത്യേകിച്ചും മനസ്സിലാക്കുക. ഓക്കെ, ഇതുകൂടാതെ കുറച്ച് അവ്യയങ്ങൾ കൂടി പഞ്ചമി വിഭക്തി ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അവയാണ് പൂർവം, പര അല്ലെങ്കിൽ പരഹ. പൂർവം, പരഹ, ഋതേ. ഈ അവ്യയങ്ങൾ കൂടി ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചമി വിഭക്തി ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് പൂർവം എന്ന് ഉപയോഗിച്ചിട്ട് ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ഈ പൂർവം, പരഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടെണ്ണവും 2 ലിംഗങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അല്ലേ? അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം ഈ പൂർവം എന്ന ശബ്ദത്തിനെ 3 ലിംഗത്തിലും നമുക്ക് ഉപയോഗിക്കാം. പൂർവഹ, പൂർവാ, പൂർവം. അതുപോലെ പരശബ്ദത്തിനെ 3 ലിംഗത്തിലും ഉപയോഗിക്കാം. പരഹ, പരാ, പരം. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് രണ്ടും വ്യത്യസ്തമായ ലിംഗത്തിൽ ഞാനിവിടെ തന്നത്. പൂർവത്തിനും പരത്തിനും 3 ലിംഗങ്ങളുമുണ്ട്. അപ്പോൾ ലിംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മളവിടെ പുല്ലിംഗത്തിലായിട്ടോ അഥവാ സ്ത്രീലിംഗത്തിലായിട്ടോ നപുംസകലിംഗത്തിലായിട്ടോ ഉപയോഗിക്കുവാൻ. ഓക്കെ, ഇനി ഉദാഹരണത്തിലോട്ട് കടക്കാം. ഭീഷ്മാത് പൂർവഃ യുധിഷ്ഠിരഃ. ഇല്ല, ഭീഷ്മനേക്കാൾ മുൻപ് ജനിച്ച ആളാകുന്നു ആരാ? യുധിഷ്ഠിരൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പൂർവഃ എന്നത് ഭീഷ്മാത്, അല്ലെ? ഭീഷ്മനേക്കാൾ മുമ്പിൽ ജനിച്ച ആളാണ് യുധിഷ്ഠിരൻ എന്നതുകൊണ്ട് ഭീഷ്മ ശബ്ദം പഞ്ചമി വിഭക്തിയിൽ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അത് ഭീഷ്മാത് എന്നത് പുല്ലിംഗമായത് കൊണ്ടാണ് അവിടെ പൂർവഃ എന്ന അവ്യയം ഉപയോഗിച്ചത്. ഓക്കെ, ഇതേ പദത്തിനെ തന്നെ നമുക്ക് തിരിച്ചും പ്രയോഗിക്കാം. ഭീഷ്മാത് പരഃ അർജുനഃ. പറയാം നമുക്ക്, അല്ലെ? ഭീഷ്മാത് പരഃ അർജുനഃ. അപ്പോൾ ഇവിടെയും പഞ്ചമി വിഭക്തി ഉപയോഗിച്ചു. ഇനി ഇതുപോലെ തന്നെ സ്ത്രീലിംഗമാകുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കാം? സ്ത്രീലിംഗത്തിൻ്റെ ഒരു വാക്യം നമുക്ക് എടുക്കാം. ഊർമിളായാഹ പൂർവ സീത അസ്തി, അല്ലെങ്കിൽ ആസീത്. ഇതെല്ലാം പണ്ട് നടന്ന കാര്യമായതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് പോലെയും പറയാം, അതുപോലെ പണ്ട് നടന്നതുപോലെയും പറയാം. ഇഷ്ടാനുഗുണം നമുക്കിവിടെ ക്രിയാപദം യോജിപ്പിക്കാം.
ഓക്കെ. ഊർമിളായാഹ പൂർവ സീത അസ്തി. ഇതിനെന്നെ തിരിച്ചും പറയാം. ഊർമിളായാഹ പരാ മാണ്ഡവി എന്നും പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുല്ലിംഗം വരുന്ന സ്ഥലത്ത് പൂർവഹ എന്നും സ്ത്രീലിംഗം വരുന്ന സമയത്ത് പൂർവ എന്നും അതുപോലെ പരഹ പര എന്നും ഉപയോഗിച്ചു. ഓക്കെ, വ്യക്തമാണല്ലോ. പക്ഷെ ഇവിടെ അറിയേണ്ട നിയമം, ബഹിഹി പൂർവം അല്ലെങ്കിൽ പൂർവ പൂർവഹ, അതുപോലെ പരഹ പര പരം എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചമി വിഭക്തി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ നപുംസകലിംഗത്തിലും നമുക്ക് ഉപയോഗിക്കാം പൂർവം പരം. അത് നപുംസകലിംഗത്തിൻ്റെ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിൽ മുൻപുണ്ടായതും അതിനുശേഷവും ഉണ്ടായതും എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ താങ്കൾ തന്നെ സ്വയം ചിന്തിച്ച് വാക്യം നിർമ്മാണം ചെയ്യൂ. ഓക്കെ. ഇനി അടുത്തതാണ് ഋതേ. ഇതും പഞ്ചമി വിഭക്തിയാണ് ഉപയോഗിക്കേണ്ടത്. ഋതേ എന്ന അവയം വരുന്ന സമയത്ത് പഞ്ചമി വിഭക്തി. കൂടാതെ എന്ന അർത്ഥമാണ്. രാമാത് ഋതേ സീത ന ജീവതി. രാമനെ കൂടാതെ സീത ജീവിക്കില്ല. പക്ഷെ ഇവിടെ അർത്ഥം രാമനെ കൂടാതെ എന്നാണെങ്കിലും ദ്വിതീയ വിഭക്തി ആണെങ്കിൽ കൂടി ഋതേ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ പഞ്ചമി ഉപയോഗിക്കണം എന്ന നിയമം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ജലാത് ഋതേ മീനഹ ന ജീവതി. ജലത്തെ കൂടാതെ മീനുകൾ ജീവിക്കില്ല. അടുത്ത വാക്യം, ധനാത് ഋതേ മനുഷ്യഃ നാസ്തി. പറയാം, ഇതെല്ലാം ഒരു സങ്കല്പമാണ് അല്ലേ. നമുക്ക് കൂടാതെ എന്ന അർത്ഥത്തിൽ എന്ത് വാക്യമാണെങ്കിലും നമുക്ക് നിർമ്മിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പഞ്ചമി വിഭക്തിയിൽ 4 അവയവങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാൻ പഠിച്ചു. ബഹിഹി പുറത്ത് എന്ന മീനിങ്ങിൽ, അതുപോലെ പൂർവം പരം മുൻപുണ്ടായിട്ടുള്ളത് ശേഷമുണ്ടായിട്ടുള്ളത്, ഋതേ കൂടാതെ. ഓക്കെ, വ്യക്തമാണല്ലോ. ഇനി അടുത്ത അവയവമാണ് അന്തഃ, ഉള്ളിൽ. ഉള്ളിൽ എന്ന അർത്ഥത്തിൽ ഉദാഹരണം നോക്കാം. ഗൃഹസ്യ അന്തഃ മാതാ പചതി. വീടിൻ്റെ ഉള്ളിൽ അമ്മ പാചകം ചെയ്യുന്നു. ലേഖന്യാഹ അന്തഃ പുനഃപൂരണി അസ്തി. പേനയുടെ ഉള്ളിൽ ട്യൂബുണ്ട്, റീഫിലുണ്ട്. ഓക്കെ. പുസ്തകസ്യ അന്തഃ പത്രമസ്തി. പുസ്തകത്തിൻ്റെ ഉള്ളിൽ പത്രം, പേജ് അല്ലെങ്കിൽ കത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, അന്തഃ എന്ന അവയവം പ്രയോഗിക്കുന്ന സമയത്ത് ഏതിൻ്റെ ഉള്ളിലാണോ ആ പദം ഷഷ്ഠി വിഭക്തിയിൽ പ്രയോഗിക്കണം. ഓക്കെ. ഇവിടെ വീടിൻ്റെ ഉള്ളിൽ, അപ്പോൾ വീടിൻ്റെ എന്ന പദം ഗൃഹസ്യ എന്ന ഷഷ്ഠി വിഭക്തി ഉപയോഗിച്ചു. അതുപോലെ ലേഖന്യാഹ അന്തഃ, ലേഖനി എന്നുള്ളത് ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്, അതിൻ്റെ ഷഷ്ഠി വിഭക്തിയാണ് ലേഖന്യാഹ. അതുപോലെ പുസ്തകസ്യ അന്തഃ, പുസ്തകം എന്നുള്ളത് ഇവിടെ നപുംസകലിംഗത്തിലാണ്
പ്രയോഗിച്ചിരിക്കുന്നത് ഏകവചനത്തിലും. ഓക്കെ, ഇതുപോലെ കുറച്ച് വാക്യങ്ങൾ കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വിദ്യാലയസ്യ അന്തഃ അധ്യാപകഃ അസ്തി. വിദ്യാലയസ്യ അന്തഃ സുധാഖണ്ഡഃ അസ്തി. എന്താ ഈ സുധാഖണ്ഡഃ? ചോക്ക്. ഓക്കെ. മന്ദിരസ്യ അന്തഃ ദേവഃ അസ്തി. മന്ദിരസ്യ അന്തഃ അർച്ചകഃ അസ്തി. മന്ദിരസ്യ അന്തഃ പുഷ്പമസ്തി. ഗൃഹസ്യ അന്തഃ ദൂരദർശനമസ്തി. ഗൃഹസ്യ അന്തഃ കപാടികാ അസ്തി. ഗൃഹസ്യ അന്തഃ ദ്വാരമസ്തി. എന്നിങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. ഓക്കെ, അടുത്ത അവ്യയമാണ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഓരോ അവ്യയങ്ങളും. ഉപരി, അധഃ, വാമതഃ, ദക്ഷിണതഃ, പുരതഃ, പൃഷ്ഠതഃ, കൃതേ. ഈ അവ്യയങ്ങളെല്ലാം വരുന്ന സമയത്ത് ഷഷ്ടി വിഭക്തിയെ ഉപയോഗിക്കാവൂ എന്ന് നിയമം കൂടി ഉണ്ട്. ഓക്കെ, നേരത്തെ അന്തഃ എന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും ഉപരി, അധഃ, വാമതഃ, ദക്ഷിണതഃ, പുരതഃ, പൃഷ്ഠതഃ, കൃതേ എന്നീ അവ്യയങ്ങൾ വരുന്ന സമയത്ത് ഷഷ്ടി വിഭക്തി ഉപയോഗിക്കണം. എന്താണ് ഉപരി എന്ന അവ്യയത്തിൻ്റെ മീനിങ്? മുകളിൽ, അധഃ താഴെ, വാമതഃ ഇടതുഭാഗത്ത്, ദക്ഷിണതഃ വലതുഭാഗത്ത്, പുരതഃ മുൻപിൽ, പൃഷ്ഠതഃ പിൻപിൽ, കൃതേ ആയിക്കൊണ്ട്. അപ്പോൾ ഈ ആയിക്കൊണ്ട് എന്ന് പറയുന്നത് ചതുർത്ഥി വിഭക്തിയുടെ മീനിങ് ആണ് അല്ലേ? പക്ഷേ ഇവിടെ ഷഷ്ടി വിഭക്തിയുടെ അല്ലെങ്കിൽ ഷഷ്ടി വിഭക്തിയുടെ ഒരു പദം കിട്ടിയാൽ അതിനോടൊപ്പം കൃതേ എന്ന അവ്യയം ചേർത്താൽ ചതുർത്ഥി വിഭക്തിയായിട്ട് മാറ്റപ്പെടും അല്ലെങ്കിൽ മാറും. ഓക്കെ, എപ്പോഴൊക്കെ ഷഷ്ടി വിഭക്തിയോടുകൂടെ അല്ലെങ്കിൽ ഷഷ്ടി പദത്തിനോടുകൂടി കൃതേ എന്ന അവ്യയം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചതുർത്ഥി വിഭക്തിയിലുള്ള അർത്ഥമായിട്ട് മാറ്റപ്പെടും. ഓക്കെ, ഇനി മേൽപ്പറഞ്ഞ അവ്യയങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വാക്യങ്ങളൊന്ന് നിർമ്മിച്ചു നോക്കാം. ഉപരി ഉപയോഗിച്ചിട്ട് ആദ്യം പറയാം. ഗൃഹസ്യ ഉപരി ആകാശഃ അസ്തി. വൃക്ഷസ്യ ഉപരി ഗഗഃ അസ്തി. വൃക്ഷസ്യ ഉപരി കാകഃ ഡയത്തെ. മമ ഉപരി അട്ടഃ അസ്തി. അട്ട എന്ന് പറഞ്ഞാൽ നില. ഓക്കെ, ഭൂമ്യാഃ ഉപരി ആകാശഃ അസ്തി. അപ്പോൾ എന്നിങ്ങനെ ഉപരി എന്ന അവ്യയം ഉപയോഗിച്ചിട്ട് നമുക്ക് വാക്യങ്ങൾ നിർമ്മിക്കാം. ഇത് കൂടാതെ അധഃ എന്ന് പറഞ്ഞാൽ താഴെ. മമ അധഃ ഭൂമി അസ്തി. അധഃ ധൂളിഃ അസ്തി. താഴെ പൊടിപടലങ്ങൾ ഉണ്ട്. അധഃ ലേഖനീ അസ്തി. താഴെ പേനയുണ്ട്. അധഃ മാവേലി അസ്തി. അധഃ പാതാളമസ്തി. അധഃ പാദരക്ഷ അസ്തി. അല്ലേ? അപ്പോൾ ഇവിടെയെല്ലാം തന്നെ താഴെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വാമതഃ. മമ
വാമതഃ ഭിത്തിഃ അസ്തി. എൻ്റെ ഇടതുഭാഗത്ത് ചുമരാണ് ഉള്ളത്. മമ വാമതഃ മമ മാതാ അസ്തി. വാമതഃ മിത്രമസ്തി. വാമതഃ വൃക്ഷः അസ്തി. വാമതഃ ലേഖനി അസ്തി. വാമതഃ ജനകः അസ്തി. വാമതഃ നദി അസ്തി. അല്ലേ? ഇതെല്ലാം ഇടതുഭാഗത്ത് ഉള്ള വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദക്ഷിണതഃ. മമ ദക്ഷിണതഃ ക്രീഡാങ്കണമസ്തി. ദക്ഷിണതഃ വനമസ്തി. ദക്ഷിണതഃ പുഷ്പമസ്തി. ദക്ഷിണതഃ വസ്ത്രമസ്തി. ദക്ഷിണതഃ ഗുരുഃ അസ്തി. ദക്ഷിണതഃ വൃക്ഷः അസ്തി. ദക്ഷിണതഃ പിഞ്ചः അസ്തി. ദക്ഷിണതഃ വാതായനമസ്തി. അല്ലേ? ഇനി അടുത്തതായിട്ട് പുരതഃ, മുൻപിൽ. മമ പുരതഃ നളിക അസ്തി. മമ പുരതഃ മമ മാതാ അസ്തി. മമ പുരതഃ उत्पीठिका अस्ति. मम पुरतः अध्यापकः अस्ति. पुरतः अध्यापिका अस्ति. पुरतः मित्रमस्ति. पुरतः वाहनमस्ति. पुरतः मार्गः अस्ति. അതുപോലെ പൃഷ്ഠതഃ, പിന്നിൽ. മമ പൃഷ്ഠതഃ കൃഷ്ണഫലകമസ്തി. ബ്ലാക്ക് ബോർഡ് ഉണ്ട്. പൃഷ്ഠതഃ അധ്യാപിക അസ്തി. പൃഷ്ഠതഃ നദി അസ്തി. പൃഷ്ഠതഃ വാനരः अस्ति. പൃഷ്ഠതഃ ശബ്ദമസ്തി. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തതാണ് കൃതേ. മാതാ ബാലകസ്യ കൃതേ അന്നം ദദാതി. അമ്മ ആൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആൺകുട്ടിക്കായിക്കൊണ്ട് ഭക്ഷണത്തെ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ അധ്യാപിക ഛാത്രസ്യ കൃതേ പുസ്തകം ദദാതി. അധ്യാപിക വിദ്യാർത്ഥിക്ക് വേണ്ടി വിദ്യാർത്ഥിക്കായിക്കൊണ്ട് പുസ്തകത്തെ കൊടുക്കുന്നു. അധ്യാപിക ഛാത്രസ്യ കൃതേ ജ്ഞാനം ദദാതി. മാതാ പുത്ര്യാഃ കൃതേ സുവർണകം ദദാതി. ജനകഃ പുത്രസ്യ കൃതേ കന്ദുകം ദദാതി. ഓക്കെ, അച്ഛൻ മകനു വേണ്ടി മകനായിക്കൊണ്ട് ബോൾ കൊടുക്കുന്നു, ബോളിനെ കൊടുക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം തന്നെ ദദാതി എന്നൊരു ക്രിയാപദമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ചതുർത്ഥി അർത്ഥം വേണ്ട സ്ഥലത്ത് അധികമായും ദദാതി എന്ന ക്രിയാപദമാണ് ഉപയോഗിക്കുക. ചതുർത്ഥി അർത്ഥം വേണ്ട സ്ഥലത്ത്. ഓക്കെ, ബാലകസ്യ കൃതേ, ബാലികായാः കൃതേ, ജനന്യാः കൃതേ, ദേവ്യാः കൃതേ, അർച്ചകസ്യ കൃതേ, മിത്രസ്യ കൃതേ, വൃക്ഷസ്യ കൃതേ. ഓക്കെ, ഇവിടെയെല്ലാം നമുക്ക് ഇഷ്ടാനുഗുണം കൊടുക്കുന്ന എന്തൊരു വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് സ്വയം വാക്യം നിർമ്മിക്കുവാൻ
വാക്യം നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര ഉപപദ വിഭക്തികൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇതിൻ്റെ ശിഷ്ടം അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് നമുക്ക് സംഭാഷണം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ കിം എന്ന പ്രശ്നം ഉപയോഗിച്ചിട്ട് എല്ലാവരും വാക്യങ്ങൾ നിർമ്മിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പദമാണ് കുത്ര. എവിടെ എന്നാണ് കുത്ര എന്ന പദത്തിൻ്റെ മീനിങ്, എവിടെ. അപ്പം നമുക്ക് പറഞ്ഞു നോക്കാം. ഗൃഹം കുത്ര അസ്തി, വീട് എവിടെയാകുന്നു. മാതാ കുത്ര അസ്തി, അമ്മ എവിടെയാകുന്നു. ദേവഃ കുത്ര അസ്തി, ദൈവം എവിടെയാകുന്നു. ധനം കുത്ര അസ്തി, പണം എവിടെയാകുന്നു. ഗൃഹം കുത്ര അസ്തി, വീട് എവിടെയാകുന്നു. വാഹനം കുത്ര അസ്തി, വാഹനം എവിടെയാകുന്നു. നേത്രം കുത്ര അസ്തി, കണ്ണെവിടെയാകുന്നു. മുഖം കുത്ര അസ്തി, മുഖം എവിടെയാകുന്നു. പരീക്ഷ കുത്ര അസ്തി, പരീക്ഷ എവിടെയാകുന്നു. നദീ കുത്ര അസ്തി, കൂപഃ കുത്ര അസ്തി. മിത്രം കുത്ര അസ്തി, പത്രം കുത്ര അസ്തി. വനം കുത്ര അസ്തി, മന്ദിരം കുത്ര അസ്തി. കങ്കണം കുത്ര അസ്തി, ആഭരണം കുത്ര അസ്തി. ദ്വാരം കുത്ര അസ്തി, ശിലാഖണ്ഡഃ കുത്ര അസ്തി. അല്ലേ, ഇതെല്ലാം എവിടെയാകുന്നു, ഒരു വസ്തു എവിടെയാണ് എന്ന് ചോദിക്കാനാണ് കുത്ര എന്ന പദം. ഇതൊരു ക്വസ്റ്റ്യൻ വിധത്തിലുള്ളതാണ്. ഓക്കെ, എന്ത് ചോദിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് ആവശ്യം, അതെല്ലാം ഈ കുത്ര എന്ന പദം ഉപയോഗിച്ചിട്ട് നമുക്ക് വാക്യം നിർമ്മിക്കുവാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ടാണ് കതി. ഈ കതി എന്ന പദം ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ക്രിയാപദം ബഹുവചനത്തിലേ ആകാവൂ. ഓക്കെ, കതി എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. എത്ര. അപ്പോൾ അതിൽ ഒരുപാട് എണ്ണം എന്തായാലും ഉണ്ട് എന്ന് നമുക്കറിയാം, എത്ര എന്ന് കേൾക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പദം ഉപയോഗിക്കുന്ന സമയത്ത് ബഹുവചനമേ വരാവൂ. ഓക്കെ, കതി കതി ധനാനി സന്തി, എത്ര പണങ്ങൾ, എത്ര പൈസകളുണ്ട്, എത്ര പണങ്ങളുണ്ട്, എത്ര ധനങ്ങളുണ്ട്. കതി പുസ്തകാനി സന്തി, എത്ര പുസ്തകങ്ങളുണ്ട്. കതി ആഭരണാനി സന്തി, എത്ര ആഭരണങ്ങളുണ്ട്. കതി വാക്യാനി സന്തി, എത്ര വാക്യങ്ങളുണ്ട്. കതി ഗൃഹാണി സന്തി, എത്ര വീടുകളുണ്ട്. കതി വാഹനാനി സന്തി, എത്ര വാഹനങ്ങളുണ്ട്. കതി പത്രാണി സന്തി, എത്ര പത്രങ്ങളുണ്ട്. കതി വൃക്ഷാഹ സന്തി, എത്ര വൃക്ഷങ്ങളുണ്ട്. കതി ബാലകാഹ സന്തി, എത്ര ബാലകന്മാരുണ്ട്. കതി സഹോദരാഹ സന്തി, എത്ര സഹോദരന്മാരുണ്ട്. കതി കൂപ്യഹ സന്തി, എത്ര കുപ്പികളുണ്ട്. കതി ശിലാഖണ്ഡാഹ സന്തി, എത്ര കല്ലുകളുണ്ട്. കതി പാണ്ഡവാഹ സന്തി, എത്ര പാണ്ഡവന്മാരാണുള്ളത്. കതി കൗരവാഹ സന്തി, എത്ര കൗരവന്മാർ ഉണ്ട്. കതി വർണ്ണലേഖന്യഹ സന്തി, കതി സഹോദര്യഃ സന്തി. കതി സഹോദര്യഃ സന്തി. കതി പിഞ്ചാഹ സന്തി. കതി ലോകയാനാനി സന്തി. കതി ദീപാഹ സന്തി. കതി നക്ഷത്രാണി സന്തി. കതി താരകാണി സന്തി. കതി നേത്രാണി സന്തി.
കതി ശരീരാണി സന്തി അല്ലേ? ഇത്രയും മതി എന്ന് തോന്നുന്നു കതി എന്ന പദം ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുവാൻ. അപ്പോൾ ഇതിൽ അറിയേണ്ടത് ഞാനൊന്ന് ഉദാഹരണം എഴുതിയിട്ട് വ്യക്തമാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ കതി വൃക്ഷാഹ സന്തി, ഇവിടെ ക്രിയാപദം ഏതാണ്? സന്തി എന്നാണ്. ഉണ്ട് അല്ലേ? എന്താണ് ഉള്ളത്? വൃക്ഷങ്ങളാണ് ഉള്ളത് അല്ലേ? അതെന്തുകൊണ്ടാണ് വൃക്ഷങ്ങൾ എന്ന് പറയാൻ കാരണം? ചോദ്യം ഇവിടെ എന്താണ്? കതി എന്ന് വെച്ചിട്ടാണ് അല്ലേ? എത്ര. അതുകൊണ്ട് വൃക്ഷത്തിനെ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ വൃക്ഷശബ്ദത്തിൻ്റെ ബഹുവചനം തന്നെ കൊടുക്കണം, വൃക്ഷാഹ. അതുപോലെ ദീപാഹ ദീപാഹ എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂബ്ലൈറ്റ്, അതിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദീപാഹ എന്നത് ബഹുവചന ശബ്ദമാണ്. കതി എത്ര എന്ന് ചോദിച്ചതുകൊണ്ട് ദീപാഹ എന്ന ശബ്ദം ബഹുവചനത്തിൽ കൊടുത്തു. ഓട്ടോമാറ്റിക്കായി അവിടെ ക്രിയാപദം സന്ധി എന്നതിലോട്ട് മാറും. ഓക്കെ, അതുപോലെ സഹോദരാഹ, സഹോദരന്മാർ. ഒരു സഹോദരനല്ല, ഒരുപാട് സഹോദരന്മാർ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് സഹോദരാഹ. അതുപോലെ ജംഗമവാണ്യഹ, മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോണല്ല, ഒരുപാട് മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ടാണ് ബഹുവചന ശബ്ദം. നമ്മൾ ലേഖനീ ശബ്ദം പഠിച്ചുല്ലോ അല്ലേ? അതിൻ്റെ ബഹുവചനം എന്താണ്? ലേഖന്യഹ. അതേപോലെ തന്നെയാണ് ഇവിടെ ജംഗമവാണി എന്ന ഏകവചനത്തിൻ്റെ ബഹുവചനമാണ് ജംഗമവാണ്യഹ എന്നത്. ഓക്കെ, അപ്പോൾ കതി എന്ന പദം ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ബഹുവചന കർത്തൃപദം തന്നെ വരണം. അപ്പോൾ കർത്തൃപദം ഏതാ എന്ന് വ്യക്തമാണല്ലോ. ഈ പറഞ്ഞ വൃക്ഷാഹ, ദീപാഹ, സഹോദരാഹ, ജംഗമവാണ്യഹ എന്നിവയെല്ലാം തന്നെ കർത്തൃപദമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നല്ലവണ്ണം തന്നെ മനസ്സിലാക്കി അതിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി ഓർത്ത് വയ്ക്കുക, എഴുതിയും വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ധന്യവാദ.